ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ APJ നഴ്സിംഗ് അക്കാഡമി ട്രിവാൻഡ്രം, കേരള. അപ്പോൾ നമ്മൾ ഇന്ന് നടന്ന പരീക്ഷ 25/7/2021 ഇന്ന് നടന്ന ദേവസ്വം ബോർഡ് സ്റ്റാഫ് നേഴ്സ് പരീക്ഷയുടെ ആൻസർ കീ ആണ് നമ്മളിവിടെ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഉപകാരപ്രദമായ വീഡിയോസുകൾ ഭാവിയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ആദ്യമായി സബ്സ്ക്രൈബ് കാണുന്നവരാണെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വ്യത്യസ്തമായ വീഡിയോകളും ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല ക്വസ്റ്റ്യൻസുകളാണ് എല്ലാം വന്നേക്കുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് ഇനി വരുന്ന DME പരീക്ഷകളിലും ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യന്റെ PDF-ഉമായിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോ വാച്ച് ചെയ്യുക കേട്ടോ. അപ്പം PDF കിട്ടാൻ വേണ്ടിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിന്റെ PDF കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതുകൂടാതെ 2-3 ദിവസം തന്നെത്തിനുള്ളിൽ തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റസൂൽ പൂക്കുട്ടി വൺ ഓസ്കാർ അവാർഡ്. റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയത് ഫോർ സൗണ്ട് മ്യൂസിക് ആണ് അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള ഒരു GK ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് ബ്രിട്ട് ഈസ് കൺസിഡേർഡ് ആസ് ദ ഗ്രേറ്റസ്റ്റ് ഹോൾമാർക്ക് ഓഫ് പേഴ്സണൽ ലിബർട്ടി അല്ലെ. ലിബർട്ടി എന്ന് പറയുന്ന ഹെബീസ് കോർപ്പസ് അല്ലെ. ഇപ്പം വാർത്തകളിലൊക്കെ ഒരുപാട് വന്നതാണ് അല്ലെ, ഹെബീസ് കോർപ്പസ്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോവാക്സിൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കോവാക്സിൻ ഈസ് ഇൻഡിജീനിയസ് COVID-19 വാക്സിൻ ഡെവലപ്ഡ് ബൈ അല്ലെ. എന്റെ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ കോവാക്സിൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു കോവാക്സിനെ സാധാരണ ക്വസ്റ്റ്യൻസ് വരുത്തുള്ളൂ. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഗവൺമെന്റ് തന്നെ നിർമ്മിക്കുന്ന വാക്സിൻ ആണ് കോവാക്സിൻ എന്ന് പറയുന്നത് അല്ലെ. അവിടെ ഇന്ത്യ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നതുകൊണ്ട് കോവാക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ പരീക്ഷകളിലും വരുന്നത് കേട്ടോ. അപ്പം സിമ്പിൾ ആയിട്ട് അറിയാം, ഭാരത് ബയോടെക് ആണ് എന്ത് ചെയ്യുന്നത്, കോവാക്സിൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് യുണൈറ്റഡ് കോൺഫറൻസ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എർത്ത് സമ്മിറ്റ് വാസ് ഹെൽഡ് ഓൺ കേട്ടോ. അപ്പൊ നമ്മളെ ഡെയിലുള്ള ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് റിയോ ഡി ജനാരിയോടെ എർത്ത് സമ്മിറ്റ് എന്നുള്ള രീതിയിൽ GK ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചോളൂ. ഇന്ദിര ആവാസ് യോജന ഈസ് റിലേറ്റഡ് ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് അല്ലെ. ഇന്ദിര ആവാസ് യോജന എന്ന് പറയുമ്പോൾ പാവപ്പെട്ട അല്ലെ, മെയിൻലി ഫോർ ദ റൂറൽ ഹൗസിംഗ് അല്ലെ, മെയിൻലി ഫോർ ദ റൂറൽ ഏരിയയിലേക്ക് വീടും. ഓക്കെ, നെക്സ്റ്റ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് WHO അല്ലെ. WHO ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ജനീവ അല്ലെ. ജനീവ. നെക്സ്റ്റ്, ഗന്ധലോകം ഈസ് പബ്ലിഷ്ഡ് ബൈ. ഗന്ധലോകം കഥ പബ്ലിഷ് ചെയ്തത് ഈസ് ബൈ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ വൺ ദ ബൂക്കർ പ്രൈസ് 2020 ഫോർ ഹിസ് ഡെബ്യൂട്ട് നോവൽ ഷഗിൾ ബെയിൻ? കിട്ടിയത് ഡഗ്ലസ് സ്റ്റുവർട്ടിനാണ് കേട്ടോ. ഡഗ്ലസ് സ്റ്റുവർട്ട്. ഓപ്ഷൻ A is the correct. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഹിരാക്കുട്ട് ഡാം നമ്മുടെ GK നോട്ട്സിൽ ഉള്ളതാണ്. ഹിരാക്കുട്ട് ഡാംസ് വന്നേക്കുന്നത് മഹാനദി റിവർ അല്ലെ. ഫസ്റ്റ് ഫുള്ളി ലിറ്ററേറ്റഡ് ടൗൺ ഇൻ ഇന്ത്യ എന്നാണ് ചോദിച്ചത് അല്ലെ. ടൗൺ ഓഫ് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ എറണാകുളമാണ് കറക്റ്റ് ആൻസർ കേട്ടോ. എറണാകുളം ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Vice President of India, M. Venkata Naidu, has presented the National Water Award 2019 among the category which state the best award. Best award കിട്ടിയത് തമിഴ്നാടിനാണ് കേട്ടോ. വാട്ടർ അവാർഡ് കിട്ടിയത് തമിഴ്നാട്. Which one of the following is known as suicidal bag of a cell അല്ലെ. സെല്ലുമായിട്ടുള്ള ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ലൈസോസോമിനെയാണ് നമ്മൾ സൂയിസൈഡൽ ബാഗ്സ്. ഓപ്ഷൻ A is the correct. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ GKയുടെ ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ കമ്മീഷൻ ഫോർ വുമൻ established in the year of 1992 is the correct answer. Next question. വരിക സഹചരേ സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്ക് പോകുന്ന ഹൂ റോട്ട് ദിസ് പോയം അല്ലെ. അംസി നാരായണൻ പിള്ളയാണ് രചിച്ചത്.
കേട്ടോ. അംസി നാരായണ പിള്ള ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ദ നാഷണൽ ഡോപ്പി ടെസ്റ്റിംഗ്. The National Doping Testing Laboratory, NDTL Laboratory, Premier Analytical Testing for Research Organization Functioning under, അല്ലെ. അപ്പൊ ഇത് മയക്കുമരുന്ന് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്, കേട്ടോ. അപ്പം ഇത് ഒരുപാട് വാർത്താ പ്രാധാന്യമുള്ള കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ GK ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദേവസ്വം ബോർഡിന്റെ ഫസ്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്നത്ത് പത്മനാഭനാണ് കറക്റ്റ് ആൻസർ, കേട്ടോ. മന്നത്ത് പത്മനാഭൻ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 17, വിച്ച് എവന്റ് വാസ് ഹെയിൽഡ് ഗാന്ധിജി ആസ് എ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്ന് വിളിച്ചത്? ഇറ്റ് ഈസ് ബൈ ഗുരുവായൂർ സത്യാഗ്രഹത്തെയാണ്, കേട്ടോ. ഗുരുവായൂർ സത്യാഗ്രഹത്തെയാണ് മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്ന് വിളിച്ചത്. സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ വിച്ച് ദ ലോവസ്റ്റ് ഡെൻസിറ്റി പോപ്പുലേഷൻ. 2011 സെൻസസ് പ്രകാരം ലോവസ്റ്റ് ഡെൻസിറ്റി ഉള്ളത് അരുണാചൽ പ്രദേശാണ്, കേട്ടോ. കാരണം അവിടെ ഏകദേശം ഭൂരിഭാഗം എന്താണ്, വനപ്രദേശങ്ങളാണ് അല്ലെ. ഓക്കെ, ഇന്ത്യ യങ്ങസ്റ്റ് മേയർ അല്ലെ, ട്രിവാൻഡ്രത്തിന്റെ മേയറാണ് ആര്യ എസ് രാജേന്ദ്രൻ അല്ലെ. ആര്യ എസ് രാജേന്ദ്രൻ ഇസ് ദ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സക്കറിയ കമ്മീഷൻ അല്ലെ. സക്കറിയ കമ്മീഷൻ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് സെൻട്രൽ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്, കേട്ടോ. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21, ഷോവിംഗ് ഡൗൺ ഫീറ്റൽ ഹാർട്ട് സൗണ്ട്, പുഷിംഗ് ഡൗൺ ദ ഫീറ്റൽ സ്ലോവിംഗ് ഡൗൺ ദ ഫീറ്റൽ ഹാർട്ട് റേറ്റ് ഓൺ പുഷിംഗ് ഡൗൺ ഓഫ് ഫീറ്റൽ ഹെഡ് ഇൻ ടു ദ പെൽവിസ് അല്ലെ. അങ്ങനെ വരുന്നത് പ്ലാസന്റ പ്രീവിയലാണ്, സ്റ്റാൾവർത്തി സൈൻ അല്ലെ. സ്റ്റാൾവർത്തി സൈൻ ഇസ് ദ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22, premature separation of normally situated placenta after 28 weeks അല്ലെ. പ്ലാസന്റ പ്രീവ്യൂ കഴിഞ്ഞാൽ അടുത്ത കണ്ടീഷൻ അബ്രസീവ് പ്ലാസന്റ അല്ലെ. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. നെക്സ്റ്റ്, the receptors which provide information about the position of the body and sense of equilibrium അല്ലെങ്കിൽ cerebellar function, ഇതൊക്കെ വരുന്ന ഹയർ ലെവൽ റിസപ്റ്റേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത് പ്രോപ്രിയോസെപ്റ്റേഴ്സ് ആണ്, കേട്ടോ. പ്രോപ്രിയോസെപ്റ്റേഴ്സ് ആണ്, ഒരുപാട് തവണ പഠിപ്പിച്ചതാണ്, കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെസ്ട്രെയിൻസ് ആർ മെയിൻലി യൂസ്ഡ് ഇൻ. ഇതൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ രണ്ട് ആൻസർ നമുക്ക് എടുക്കാം. സാധാരണ സൈക്കാട്രിക് പേഷ്യൻസിനൊക്കെ റെസ്ട്രെയിൻറ്റ് അല്ലെ, റെസ്ട്രെയിൻറ്റ് വിത്ത് ഫിസിഷ്യൻ ഓർഡറിലൊക്കെ ചെയ്യുകയാണെങ്കിൽ പ്രിവെന്റ് ഫർദർ ഇഞ്ചറി എന്നുള്ളതാണ്, കേട്ടോ. അതുകൂടാതെ ചെറിയ നേഴ്സിന് വിത്തൗട്ട് ഫിസിഷ്യൻ ഓർഡറിൽ ചെയ്യാവുന്ന കുഞ്ഞു ടൈപ്പ് ഓഫ് റെസ്ട്രെയിൻറ്റ് ഉണ്ട് അല്ലെ, മില്ലറ്റ് റെസ്ട്രെയിൻറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലെ. അപ്പൊ അതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പേഷ്യന്റ് സ്കിൻ അബറേഷൻസ് പ്രിവെന്റ് ചെയ്യാനാണ്, കേട്ടോ. അപ്പൊ സ്കിൻ അബറേഷൻസ് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത് ഓപ്ഷൻ ബി ആണ്, കേട്ടോ. പ്രിവെന്റിങ് ഓഫ് ദ ബെഡ് സോർ ആണ് കിട്ടുന്നത്, കേട്ടോ. ഈ ആൻസർ ഇവിടെ രണ്ട് ആൻസർ കോൺട്രോവേഴ്ഷ്യൽ ആണ്. കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് പ്രിവെന്റിങ് ബെഡ് സോർ ഓൾസോ കറക്റ്റ് ആൻസർ, കേട്ടോ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെമിക്കൽ സ്റ്റെർലിയന്റ് അല്ലെ, കെമിക്കൽ സ്റ്റെർലിയന്റ് യൂസ്ഡ് ഫോർ ഡിസിൻഫെക്ടിങ് ഷാർപ്പ് ഇൻസ്ട്രുമെന്റ് അല്ലെ. ഇവിടെ ഗ്ലൂട്രാൾഡിഹൈഡ് മിനിമം 10 hours ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ സ്റ്റെറിലൈസ് ആവും അല്ലെ. ഡിസിൻഫെക്ഷൻ ചെയ്യാൻ 30 minutes. അമിനോസിന്തസിസ് അല്ലെ, രണ്ട് ടൈപ്സ് ഉണ്ട്, ഇയർലി ഉണ്ട്, നോർമൽ ആയിട്ടുള്ള അമിനോസിന്തസിസ് അല്ലെ. ഇതിൽ നോർമൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ 15 to 18 weeks ഓഫ് ഗെസ്റ്റേഷൻ. അടുത്ത റോവിക് സൈൻ അല്ലെ. റോവിക് സൈന് വരുന്നത് അപ്പൻഡിക്സ് അല്ലെ, അപ്പൻഡിക്സിലാണ് വരുന്ന. പാൽപേറ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ പെയിൻ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം.
ബ്രേക്ക് ബോൺ ഫീവർ ഈസ് റെഫേർഡ് ടു ആസ്. ബ്രേക്ക് ബോൺ ഫീവർ എന്ന് നമ്മൾ വിളിക്കുന്നത് ഡെങ്കു ഫീവറിനെയാണ് അല്ലെ. ഡെങ്കു തന്നെ 3-4 ക്ലാസിഫിക്കേഷൻ ചെയ്തുകൊണ്ട് അല്ലെ. ഗ്രാഫിക്കൽ റെക്കോർഡിംഗ് ഓഫ് പ്രോഗ്രസ് ഓഫ് ലേബർ ബൈ പാർട്ടോഗ്രാം ഇസ് ദ കറക്റ്റ്. പൊസിഷൻ യൂസ്ഡ് ഫോർ ചൈൽഡ് ബർത്ത് അല്ലെ. ആ ഒരു വേർഡ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ആയി. പെൽവിക് എക്സാമിനേഷൻ ബൈ ലിത്തോട്ടമി പൊസിഷൻ. കംപ്രഷൻ വെന്റിലേഷൻ റേഷ്യോ പ്രൊവൈഡിങ് BLS സിംഗിൾ റെസ്ക്യൂ. സിംഗിൾ ആയാലും ഡബിൾ ആയാലും എല്ലാം 30:2 എന്നാണ് കറക്റ്റ് അഡൽട്ടിന്റെ കേസ് കേട്ടോ. ഐഡിയൽ ടെക്നിക് ഫോർ റോളർ ബാൻഡേജ് ആപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റെൻഡഡ് ജോയിന്റ്സ്. ഫണ്ടമെന്റൽസിലെ നോട്ട്സിൽ ക്ലിയർ ആയിട്ടുണ്ട്. ആൻസർ ഈസ് ഫിഗർ ഓഫ് 8 ബാൻഡേജ് അല്ലെ. നീയും എൽബോ അല്ലെ അങ്ങനെയൊക്കെയുള്ള എക്സ്റ്റെൻഡഡ് ജോയിന്റ്സുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫിഗർ ഓഫ് 8 ബാൻഡേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Localized swelling of fetal scalp in labor due to effusion of serum. Localized swelling of fetal scalp അല്ലെ. സ്വെല്ലിംഗ് എന്ന് കിട്ടിയാൽ മതി. ഇവിടെ കറക്റ്റ് ആൻസർ ഇസ് ക്യാപുട്ട് സക്സീഡ് കേട്ടോ. ലോക്കലൈസ് സ്വെല്ലിംഗ് ഓഫ് ഫീറ്റൽ സ്കാൽപ് ഇൻ ലേബർ എന്ന് പറയുമ്പോൾ ക്യാപുട്ട് സക്സീഡ്. ഹെമറ്റോമ എന്ന് പറയുമ്പോൾ ബ്ലഡ് കളക്ഷൻ. ഓക്കെ. നെക്സ്റ്റ് 34. The minimum recommended concentration of free residual chlorine in water കേട്ടോ. ഇതിൽ ആൻസർ എല്ലാം തെറ്റാണ്. WHO പറയുന്നത് 2 mg/L ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഓപ്ഷൻ എയും എടുക്കാം, ഓപ്ഷൻ ബിയും എടുക്കാം കേട്ടോ. WHO പ്രകാരം 0.2 mg/L ആണ് വരുന്നത്. പാർക്ക് വെച്ച് എടുക്കുമ്പോൾ 0.5 mg കറക്റ്റ് ആണ് കേട്ടോ. ഇവിടെ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ്. ഹാംബർഗ് ഷിഫ്റ്റ് അല്ലെ. ക്ലോറൈഡ് ഷിഫ്റ്റ് എന്ന് വിളിക്കും. മെയിൻലി ബൈകാർബണേറ്റ് ട്രാൻസ്പോർട്ട് അല്ലെ. ഹാംബർഗ് ഷിഫ്റ്റ് ബൈ ബൈകാർബണേറ്റ് ട്രാൻസ്പോർട്ട് ഈസ് ദ കറക്റ്റ്. ബെൽസ് പാൽസി അല്ലെ. ബെൽസ് പാൽസി ഈസ് അസോസിയേറ്റഡ് വിത്ത് 7th cranial nerve. ആവറേജ് വെയിറ്റ് ഗെയിൻ ഡ്യൂറിംഗ് പ്രഗ്നൻസി അല്ലെ. എൻറ്റയർ പ്രഗ്നൻസി ആണ് പറയുന്നത്. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ അല്ലെ. അങ്ങനെ എടുക്കുമ്പോൾ ഒരു ആവറേജ് ഓഫ് 10 to 12 kilo വെയിറ്റ് ഗെയിൻ അല്ലെ. 11 kg ആണ് പറയുന്നത്. കോൺസ്റ്റന്റ് പ്രസൻസ് ഓഫ് എ ഡിസീസ് ഇൻ ഗിവൻ ജിയോഗ്രാഫിക്കൽ ഏരിയ അല്ലെ. അവിടെ ഒരു ഏരിയ എടുത്തു പറയുമ്പോൾ അത് ഇറ്റ് ഈസ് ആൻ എൻഡമിക് ഏരിയ. ട്രോംബോലൈറ്റിക് ഏജന്റ് യൂസ്ഡ് ഇൻ അക്യൂട്ട് ഇസ്കീമിക് സ്ട്രോക്ക് കേട്ടോ. ഇപ്പം TPS ആണ് കൊടുക്കുന്നത് അല്ലെ. അപ്പം ആൾട്ടിപ്പേഴ്സ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ടിഷ്യൂ പ്ലാസ്മ ആക്ടിവേറ്റർ അല്ലെ. ആൾട്ടിപ്പേഴ്സ് ആണ് വരുന്ന കേട്ടോ. യൂറോകൈനസും സ്ട്രെപ്റ്റോകൈനസും അല്ല. അക്യൂട്ട് ഇസ്കീമിക് സ്ട്രോക്കിൽ പ്രൈം ആയിട്ട് കൊടുക്കുന്ന ആൾട്ടിപ്പേഴ്സ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ESI കം എഫക്ട് ഇൻ 1948 ഈസ് ദ കറക്റ്റ്. ഫാക്ടറി ആക്ട്, ESI ആക്ട് എല്ലാം ഒന്ന് തന്നെയാണ്. ക്യാരക്ടറിസ്റ്റിക് റെസ്പിറേഷൻ സീൻ ഇൻ ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് അല്ലെ. ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് ചോദിച്ചാൽ കുസ്മാൽസ് റെസ്പിറേഷൻ. മിഡ് ഡേ മീൽ പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്തത് ആരാണെന്ന്. വിച്ച് സ്റ്റേറ്റ് ഇന്ത്യ ഇനിഷ്യേറ്റഡ് മിഡ് ഡേ മീൽ പ്രോഗ്രാം അല്ലെ. സുപ്രീം കോടതി ഓർഡർ വന്ന് ഫസ്റ്റ് ഇൻസ്റ്റേറ്റ് ചെയ്യുന്ന തമിഴ്നാടാണ് മിഡ് ഡേ മീൽ സ്കീം ഇൻസ്റ്റേറ്റ് ചെയ്തത് കേട്ടോ. അപ്പം 2 ക്വസ്റ്റ്യൻ തമിഴ്നാടുമായിട്ട് റിലേറ്റ് ചെയ്തു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടെമ്പററി ഹാർഡ്നെസ് ഓഫ് ദ വാട്ടർ ഈസ് ഡ്യൂ ടു കാൽസ്യം ബൈകാർബണേറ്റ് അല്ലെ. കാൽസ്യം ബൈകാർബണേറ്റ് ഈസ് ദ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 44. Integrated Counseling and Testing Center under National AIDS Control Program is Jyotis Clinic അല്ലെ. നോട്ട്സിലുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. വിച്ച് among the following is not a superficial upper limbs അല്ലെ. അത് നമ്മൾ 2 ഡീപ്പ് വെയിൻ ആണ് കയ്യിൽ. ഡീപ്പ് ആയിട്ടുള്ള ബ്രേക്കിയൽ വെയിനും ബ്രേക്കിയൽ ആർട്ടറിയും തമ്മിലാണ് എന്ത് ചെയ്യുന്ന അനസ്റ്റമോസിസ് വരുന്നത് അല്ലെ. അപ്പോൾ ഡീപ്പായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബ്രേക്കിയൽ വെയിൻ ആണ് കേട്ടോ. ബേസാലിക്, സെഫാലിക് ആർ ദ മോസ്റ്റ് കോമൺ സൂപ്പർഫിഷ്യൽ വെയിൻ ഓഫ് അപ്പർ ലിംബ് എന്നുള്ള രീതിയിൽ പഠിക്കണം കേട്ടോ. പ്ലസ് മീഡിയൽ ക്യൂബിറ്റൽ വെയിനും അപ്പർ ലിംബിൽ വരുന്നതാണ്. ഇവിടെ കറക്റ്റ് ആൻസർ ഇസ് ബ്രേക്കിയൽ വെയിൻ ഇസ് ദ ഡീപ്പ് വെയിൻ. ഓക്കെ. കളക്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഫ്ലൂയിഡ് ഇൻ ദ പെരികാർഡിയൽ സ്പേസ് അല്ലെ. അത്
ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നതിന് കാർഡിയോ സെൻറ്റസിസ്. സോറി കളക്ഷൻ ഓഫ് ഫ്ലൂയിഡ് ആൻഡ് കളക്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഫ്ലൂയിഡ് ഇൻ ദ പെരിക് ഈസ് കോൾഡ് കാർഡിയാക് ടാംപോണേറ്റ് അല്ലെ. കാർഡിയാക് ടാംപോണേറ്റ് ഈസ് ദ കേട്ടോ. കളക്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഫ്ലൂയിഡ് അല്ലെ. ബ്ലഡ് ആൻഡ് ഫ്ലൂയിഡ് അക്യൂമുലേറ്റ് ഇൻ ദ പെരികാർഡിയൽ സാക് ഈസ് കോൾഡ് കാർഡിയാക് ടാംപോണേറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The incidence of a disease is assessed by doing അല്ലെ. ഇൻസിഡൻസ്, പ്രിവലൻസ്, റിസ്ക്, കോസ്റ്റ് ഫാക്ടർ എല്ലാം നമ്മൾ എടുക്കുമ്പോൾ ഇറ്റ് ഈസ് ബൈ കോഹോർട്ട് സ്റ്റഡി ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, overdose of heparin is treated with prothrombin sulfate is the correct answer. Next question. Presence of which immunoglobulin serum of a newborn indicate congenital infection? അപ്പോൾ congenital CMV അല്ലെ. CMVയിൽ റൈസ് ചെയ്യുന്ന IgG ആണ് കേട്ടോ. IgG ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് റൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ തന്നെ അറിയാം IgG എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, ഗുണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പഠിപ്പിച്ചു അല്ലെ, കോഡിട്ട്. അപ്പൊ ആദ്യം പോയി അറ്റാക്ക് ചെയ്യുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ അല്ലെ. IgG is the correct answer. Next question. The health program of child health service in the early intervention service അല്ലെ. ഇവിടെ കറക്റ്റ് ആൻസർ ചൈൽഡ് ഹെൽത്ത് സ്ക്രീനിങ്ങും ഏർലി ഇന്റർവെൻഷൻ എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെന്റ് അല്ലെ, രണ്ടും കൂടെ വരുന്ന RDSK പ്രോഗ്രാം കേട്ടോ. രാഷ്ട്രീയ ബാലസ്വസ്ഥീയ കാര്യക്രമം is the correct answer. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്രോണിക് കാരിയർ കേട്ടോ. ക്രോണിക് കാരിയർ ഇതില് ഡിപ്തീരിയയിലും ടെറ്റനസ്, ടൈഫോയിഡ് എല്ലാം ക്രോണിക് കാരിയർ വരും. കാരിയർ ഇല്ലാത്ത മലേറിയ ആണ്. പക്ഷെ ഇവിടെ ക്രോണിക് കാരിയർ സ്റ്റേജ് ഇൻ വിച്ച് സ്റ്റേജ് എന്ന സ്റ്റേജ് ഇൻ is seen in ഏത് കേസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതില് കറക്റ്റ് ആൻസർ ഇസ് ഡിപ്തീരിയ ഇസ് ദ ക്രോണിക് കാരിയർ കേട്ടോ. ഡിപ്തീരിയ. അതുപോലെ തന്നെ ടൈഫോയിഡിൽ നമ്മൾ എന്ത് പറയുന്നുണ്ട്, ക്രോണിക് കാരിയർ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇവിടെ കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ടൈഫോയിഡ് ആണ് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് among the following is the hypertonic solution? ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് 3% NS ആണ് hypertonic solution. Next question. Multi-purpose committee is by Qatar Singh committee അല്ലെ. ഖത്താർ സിംഗ് കമ്മിറ്റി ആണ് മൾട്ടിപർപ്പസ് കമ്മിറ്റി അല്ലെ. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് സ്ക്രബ്. സ്ക്രബിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, എസ്കാർ അല്ലെ. വീൽ എസ്കാർ ലീഷൻസ് ആണ് സ്ക്രബ് ഇതിൽ വരുന്നത് അല്ലെ. ഇച്ചുമൈറ്റ്. ഫസ്റ്റ് അബ്ഡോമിനൽ പാൽപേഷൻ ഫോർ ദ ഫണ്ടസ് അല്ലെ. ഫണ്ടൽ ഗ്രിപ്പ് എന്നാണ് നമ്മൾ ഫസ്റ്റ് വിളിക്കുന്നത്. ഓക്കെ. Antimetabolites used in the drug treatment of cancer. Methotrexate is the correct answer. Fetus skeleton shown on the X-ray. 10th ആഴ്ചയിലാണ് എന്ത് വരുന്നത്, X-ray. Shadow seen in fetus skeleton. How many doses of vaccine are required for COVID-19? അല്ലെ. COVID-19 2 ഡോസ് ആണ് വരുന്നത്. പക്ഷെ ചില സ്പുട്നിക്കിനൊക്കെ 1 ഡോസ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഭാരത് ബയോടെക് നമ്മുടെ ബേസിക് വാക്സിൻ ആയതുകൊണ്ട് 2 ഡോസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വാൽവ് ബിറ്റ്വീൻ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലെ. ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്ക് വരുന്നത് മിട്രൽ വാൽവ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Child becomes socialized through the family in the early childhood year is a process of അല്ലെ. ഇപ്പം ചൈൽഡ് ബിക്കം സോഷ്യലൈസ് ത്രൂ ദ ഫാമിലി എന്ന് എടുത്ത് പറയുന്നുണ്ട് അല്ലെ. ഫാമിലി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രൈമറി ഗ്രൂപ്പ് അല്ലെ. ഇറ്റ് ഈസ് ദ പ്രൈമറി സോഷ്യലൈസേഷൻ അല്ലെ. പ്രൈമറി സോഷ്യലൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഔട്ട് ബ്രേക്ക് ഓഫ് എ ഡിസീസ് ഇൻ ദ ബേർഡ്സ് പോപ്പുലേഷൻ അല്ലെ. ബേർഡ്സിൽ വരുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും, ഇറ്റ് ഈസ് ബൈ എപ്പോ ഓർണിറ്റ് അല്ലെ. എപ്പോ ആണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എപ്പി ഓർണിറ്റി കേട്ടോ. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. During ET suctioning should not be apply suction more than 10 seconds കേട്ടോ. 10 seconds. ഓക്കെ, ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 63. The endoscopic examination through the end of vagina to recto-uterine pouch അല്ലെങ്കിൽ pouch of ductlets അല്ലെ നോക്കുന്ന കൾഡോസ്കോപ്പി അല്ലെ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ്. The ECG rhythm showing a flat line ECG കിട്ടുന്നത് S സിസ്റ്റോളിലാണ് അല്ലെ. ഫ്ലട്ടർ വേവ്, ഫിൽട്ടർ വേവ്, പൾസസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയിൽ നോർമൽ ECG.
പെൽവിക് ബ്രിം റൗണ്ട് അല്ലെ, റൗണ്ട് എന്ന് നമുക്ക് കിട്ടിയാൽ മതി അല്ലെ. ആൻഡ് ഇഷ്യൽ സ്പൈൻ ഇസ് ദ ബ്ലണ്ട് ആയിട്ടുള്ള ഇഷ്യൽ സ്പൈൻ ഇസ് ദ ലാൻഡ് മാർക്ക്. സബ് പ്യൂബിക് ആംഗിൾ ഇസ് മോർ ദാൻ 90 അല്ലെ. ഇറ്റ് ഈസ് കോൾഡ് ഗൈനക്കോയിഡ് പെൽവിസ്. റൗണ്ട് എന്നുള്ള വേർഡ് കിട്ടിയാൽ തന്നെ ആൻസർ ആയി. സാമ്പിൾ ഓഫ് ഹൈ ബയോളജിക്കൽ വാല്യൂസ് അല്ലെ, നമ്മുടെ മോഡൽ എക്സാമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഇസ് ഓപ്ഷൻ ബി, എഗ്. ഹൈ ബയോളജിക്കൽ വാല്യൂ വരുന്ന എഗ്ഗിനാണ് കേട്ടോ. നോർമൽ സിറം പൊട്ടാസ്യം ലെവൽ അല്ലെ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. 3.5 to 5.2. ഗൗട്ട് increased level of uric acid is the correct. The enema which reduce the inflammation reduce ചെയ്യുന്ന enema is called astringent enema. Okay. Emergency contraception should be taken within 72 hours. Within 72 hours after unprotected sex is the correct. Which among the following is the classical sign of increased ICP? Widening of pulse pressure, bradycardia, bradypnea, hyperthermia. അപ്പം കുഷിംഗ്സ് ടയർഡ് എന്നുള്ള രീതിയിൽ 3 എണ്ണം എടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ തന്നെ വൈഡനിങ് പൾസ് പ്രഷർ ഇസ് ദ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 80. ഡ്രഗ് വിച്ച് യൂസ് ടു ഡൈലേറ്റ് ദ പീപ്പിൾ എന്നാണ് ചോദിച്ചത്. ഡൈലേറ്റ് അല്ലെ, അപ്പം വലിയ അക്ഷരമായ വൈ എടുക്കും അല്ലെ. മിട്രിയാറ്റിക്സ് ഇസ് ദ കറക്റ്റ്. ട്രെയിൻഡ് നേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ 1908 കേട്ടോ. ദ എയിം ഓഫ് പ്രീ കൺസെപ്ഷൻ കെയർ കൊടുക്കുന്നത് ആർക്കാണ്? പ്രഗ്നന്റ് പ്ലാൻ ചെയ്യുന്നുള്ളവർക്ക് അയൺ ആൻഡ് ഫോളിക് ആസിഡ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ. പ്രിപ്പയർ ദ വുമൻ ഫോർ സേഫ് ഡെലിവറി അല്ലെ. ഇവിടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 83. ദ പ്രോസസ് ഓഫ് അബോർഷൻ സ്റ്റാർട്ട് ചെയ്തു ബട്ട് നോട്ട് അറ്റ് റീച്ച്ഡ്, മീൻസ് ഇത് കംപ്ലീറ്റ് ആയില്ല അല്ലെ. ആൻഡ് ഇറിവേഴ്സിബിൾ സ്റ്റേജ്, എന്നാൽ പോലും റിക്കവറി ഇമ്പോസിബിൾ ആണ് അല്ലെ. അപ്പം ഡയലറ്റേഷൻ ക്യൂരിറ്റേജ് ഒക്കെ വേണ്ടി വരുന്ന ഇൻകംപ്ലീറ്റ് abortion is the correct. The beneficiary of ICD's program അല്ലെ, 6 വയസ്സിനുള്ള ചിൽഡ്രൻ, pregnant women, mothers, elderly above the age of 60 വരത്തില്ല, adolescent scale also eligible അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. എക്സെപ്റ്റ് എടുക്കുമ്പോൾ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് COVID-19 വാക്സിൻ അല്ലെ. COVID-19 വാക്സിൻസ് എടുക്കേണ്ടത് ഡെൽറ്റോയിഡ് മസിൽസിൽ ഇൻട്രാ മസ്കുലാർ ഓവർ ഡെൽറ്റോയിഡ് കേട്ടോ. അപ്പൊ ഇതിന്റെയൊക്കെ ഞാൻ വീഡിയോ ഓൾറെഡി തന്നെ യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് അത് നോക്കി തന്നെ സിമ്പിൾ ആയിട്ട് കിട്ടും കേട്ടോ. കണ്ടീഷൻ ഇൻ വിച്ച് ഇൻഡസ്റ്റൈൻ ടെലസ്കോപ്പിംഗ് ടു itself which is often a surgical emergency for intussusception is the correct. Surgical correction of hypertrophic pyloric stenosis by Ramstead operation is the correct. Next question number 88. Patients receiving opioid analgesics such as morphine should be monitored for respiration is the correct answer. Pioneer of immunization, sanitation എല്ലാം ചോദിച്ചാൽ റോമൻ is the correct answer കേട്ടോ. Presentation in which baby buttocks lie in the lower pole of uterus അല്ലെ വന്നു കഴിഞ്ഞാൽ it is called breech presentation. ഹെഡ് ലോവർ പോളിൽ വന്നാൽ വെട്ടക്സ് അല്ലെ ഫേസ് പ്രസന്റേഷൻ എന്നൊക്കെ പറയും. ഓക്കെ. ഇൻ പേഷ്യന്റ് recovering from a traumatic brain injury, which among the following to be checked before starting oral feeds അല്ലെ. അവിടെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഗാഗ് റിഫ്ലക്സ് അല്ലെ. ഇഞ്ചുറി കാരണം പാരാലിസിസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഗ്രീൻ കളർ നീഡ് കാനുല is 18 gauge. A condition in which person perceive the sight of a rope as a snake. റോപ്പ് സ്നേക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇലൂഷൻ അല്ലെ. ഇറ്റ് ഈസ് എ ഇലൂഷൻ, മിസ്ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഒരു സ്റ്റിമുലേ അല്ലെ. റിയൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലേ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മിസ്ഇന്റർപ്രിട്ടേഷൻ. റോപ്പ് സ്നേക്ക് ആയാൽ ഇറ്റ് ഈസ് ഇലൂഷൻ. 1 gram of protein give 4 calories of energy. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സെക്രീറ്റഡ് ബൈ ആന്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെ. The correct answer is pituitary gland. Next question. Arterial cannulation is ensured before taking a sample of ABG അല്ലെ. Allen's test. 2 types, normal ഉണ്ട്, modified Allen test. Okay. Next question. Fracture happen when the bone bends and breaks but does not break into separate pieces. It is called green stick fracture is the correct. Next.
ഇമ്യൂണോഗ്ലോബുലിൻ റിലീസ് ഡ്യൂറിങ് അലർജിക് റിയാക്ഷൻ അല്ലെ, സിമ്പിൾ ആണ്. ആൻസർ ഇസ് IgE. ലാർജസ്റ്റ് ഡയമീറ്റർ ഓഫ് ദ പെൽവിക് ഇൻലെറ്റ് അല്ലെ, കഴിഞ്ഞ ദിവസത്തെ ഷോർട്ട് നോട്ട് 1 മാർക്ക് ചലഞ്ച് ഫോർ കേരള PSC DME സ്റ്റാഫ് നഴ്സ് എക്സാം എന്ന് പറഞ്ഞ രീതിയിൽ ഇട്ടതാണ് അല്ലെ. ലാർജസ്റ്റ് ഡയമീറ്റർ ഇസ് ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ അല്ലെ, ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ഓഫ് 30 അല്ലെ. ഇവിടെ ഇൻലെറ്റ് ആണ് ചോദിച്ചേക്കുന്നത് അല്ലെ, ഇൻലെറ്റ്, ക്യാവിറ്റി, ഔട്ട്ലെറ്റ്. അതിൽ ഇൻലെറ്റിൽ ലാർജസ്റ്റ് ഇസ് ട്രാൻസ്വേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is expected in a person with obsessive compulsive disorder അല്ലെ. ഡൂയിങ് ആൻഡ് അൺഡൂയിങ് ബിഹേവിയർ ആണ് അല്ലെ. അങ്ങനെ എടുക്കുമ്പോൾ ഇറ്റ് ഈസ് എ റിപ്പറ്റേറ്റീവ് ബിഹേവിയർ, അല്ലെങ്കിൽ റിപ്പറ്റേറ്റീവ് ആയിട്ട് ബിഹേവിയർ ഫോം ചെയ്യുന്നത് അല്ലെ. എക്സിബിഷനിസം സെക്സ് ആണ്, ബോഡി ഇലൂഷൻസ് വരത്തില്ല, ഡിസ്മോർഫിക് പേഴ്സണാലിറ്റി, ഇമ്പൾസീവ്നെസ് വരുന്ന, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ താങ്ക് യു. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു 80-85 റേഞ്ചിലൊക്കെ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് ഈസി ആയിട്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു for watching this video. If you have any doubts regarding the questions, please comment in the comment box. Thank you. Please stay tuned for the next video.